ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെ വർത്താനം, എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു. അപ്പോൾ തന്നെ ഞാൻ വന്നിട്ടുള്ള ഉണ്ടല്ലോ, നമ്മൾ ടി ഫാമിലി ഉണ്ടല്ലോ, അവർ കുറച്ച് കാര്യങ്ങളും പെരുന്നാൾക്ക് കുറച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങളും ഇതൊക്കെ പറയുന്നുണ്ട്. വീഡിയോയിൽ എന്താ കാര്യമായിട്ടൊന്നും ഇല്ല. അപ്പോൾ ഒരു ഫാമിലി വ്ളോഗാണല്ലോ, അപ്പോൾ അതിനനുസരിച്ച് ഓല് ചിരി കളി വർത്താനം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ തന്നെ കുറച്ച് മുന്നേ ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കച്ചറ ചെയ്യാണ്ട് സെമി ഞാനായിട്ട് പിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ. അതിന് കുറേ പിന്നെ റിയാക്ഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതവർ പെരുന്നാക്കൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒന്ന് കണ്ടുനോക്കിയേ. നല്ല റീൽസും വീഡിയോ ഒക്കെ കണ്ടപ്പോ എല്ലാരും എന്നോട് ചോദിച്ചെന്താ ഷെമി ഒരു മൂഡ് ഓഫ് ഞാനൊന്ന് പറയട്ടെ ഷെമിയെ. നീ പറയണ്ട, ഞാൻ പറഞ്ഞിട്ട് എനിക്ക് പറയാണ്ടെങ്കിൽ സ്വന്തം പറഞ്ഞു ഉണ്ടായിട്ട് പിന്നെ എല്ലാത്ത ആൾക്കാർ ഇത്ര ആളുടെ അറിയോ. കുഴപ്പമില്ലാതെ ഞാൻ പറഞ്ഞേ. ചില പെണ്ണുങ്ങൾക്കുള്ള ഒരു വിചാരമുണ്ട്, ആണുങ്ങൾ എന്താവരുത്, സന്തോഷിക്കാനോ ഒന്നിനും പോകരുത്, വിലയും കൂട്ടി ഇങ്ങനെ നടക്കണം. ഹായ് ഗായ്സ്, അസ്സലാം വലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയാണ് വിശേഷം? പെരുന്നാളൊക്കെ ഉഷാറായി കഴിഞ്ഞെന്ന് വിചാരിക്കുന്നത്. പിന്നെ ഫുഡൊക്കെ കുറേ ബാക്കി ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് കുറച്ചേ ബാക്കി ഇട്ടോ. ഞാൻ ഇന്നലെ പറഞ്ഞില്ലല്ലോ കുറച്ചാണ് ഉണ്ടാക്കിയെന്നുള്ളത്. പിന്നെ ആയിഷു ഇവിടെ ഉണ്ട്. ആയിഷു ക്ലാസ് പോകുന്നില്ലല്ലോ, ലീവാണ്. തിങ്കളാഴ്ച ആണ് ഒക്കെ തുറക്കാൻ തോന്നല്ലാണ്. പിന്നെ നല്ല റീൽസും വീഡിയോ ഒക്കെ കണ്ടപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചെന്താ ഷെമി ഒരു മൂഡ് ഓഫ്. എനിക്ക് നല്ല മൂഡ് ഓഫ് ഉണ്ടായിട്ടൊന്നുമല്ല. ഒന്നാമത് ഡ്രസ്സൊന്നും വാങ്ങിയില്ല. അതിന് വാങ്ങി വെച്ചാൽ ഒരു പ്രാവശ്യം സോപ്പിടാൻ കൊണ്ട് തരാട്ടോ. ഞാനത് പറയുന്നതിനാണ്. അല്ല, ഞാൻ പറഞ്ഞോളൂ എന്റെ പ്രശ്നം. ഞാനല്ലേ പറയേണ്ടിയവരോട് പറഞ്ഞിട്ട് ഒരു കാര്യമല്ലേ, നിങ്ങളോടൊന്നും പറഞ്ഞു. ചില സോഷ്യൽ മീഡിയ ആൾക്കാർ എന്നോട് പറയുന്നത് എനിക്ക് ഷുഗർ ഉണ്ട്, ഞാൻ എന്നിട്ടാണ് മധുരം കഴിക്കാത്തതെന്നൊക്കെ. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ അല്പം സ്നിക്കേഴ്സ് കഴിക്കുക. അവർക്ക് വേണ്ടിയിട്ട്, കാരണം ഓന് വേണ്ടിയിട്ടോ. നല്ലത് ഇന്നലെ ആരോ തിന്നുന്ന കണ്ടിട്ട് പൂതിയായിട്ട് എടുത്തു കൊണ്ടുവന്ന് ആയിഷുവിനെ ഒളിപ്പിച്ച് തിന്ന. ആയിഷും വേണ്ടി കാര്യങ്ങൾ കാണോളം ഒളിപ്പിച്ചു വന്നിരുന്ന, വേറെ ഒളിപ്പിച്ചു ഓള് തിന്ന, വില രണ്ടാളെ ഒളിപ്പിച്ചു ഞാൻ തിന്ന. എന്തൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. ഇന്നലേക്ക് ഒരു മൂടും ഇല്ല. അതിനെന്താ ഞാൻ പറഞ്ഞിട്ടെ, മൈലാഞ്ചി വാങ്ങി തരാൻ പറഞ്ഞിട്ട് ഷെഫിനോട് പറഞ്ഞത് മോഡലില്ല, പഴയ മോഡലാണ്. മൈലാഞ്ചിക്ക് എന്നാ പഴയതും പുതിയതും മോഡൽ. പെരുന്നാളായ മൈലാഞ്ചി ഇടല് സുന്നത്താ, അതറിയോ? ഇവിടെ പറഞ്ഞ എടുക്കുന്ന അല്ലാണ്ട് അമ്മായിമാർ. നല്ല റീൽസും വീഡിയോ ഒക്കെ കണ്ടപ്പോ എല്ലാരും എന്നോട് ചോദിച്ചെന്താ ഷെമി ഒരു മൂഡ് ഓഫ്. ഞാനൊന്ന് പറയട്ടെ ഷെമിയെ. നീ പറയണ്ട, ഞാൻ പറഞ്ഞിട്ട് എനിക്ക് പറയാണ്ടെങ്കിൽ സ്വന്തം പറഞ്ഞു. ഉണ്ടായിട്ട് പിന്നെ എല്ലാത്ത ആൾക്കാർ ഇത്ര ആളുടെ അറിയോ. കുഴപ്പമില്ലാതെ ഞാൻ പറഞ്ഞേ. ചില പെണ്ണുങ്ങൾക്കുള്ള ഒരു വിചാരമുണ്ട്, ആണുങ്ങൾ എന്താവരുത്, സന്തോഷിക്കാനോ ഒന്നിനും പോകരുത്, വിലയും കൂട്ടി ഇങ്ങനെ നടക്കണം. ഹായ് ഗായ്സ്, അസ്സലാം വലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയാണ് വിശേഷം? പെരുന്നാളൊക്കെ ഉഷാറായി കഴിഞ്ഞെന്ന് വിചാരിക്കുന്നത്. പിന്നെ ഫുഡൊക്കെ കുറേ ബാക്കി ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് കുറച്ചേ ബാക്കി ഇട്ടോ. ഞാൻ ഇന്നലെ പറഞ്ഞില്ലല്ലോ കുറച്ചാണ് ഉണ്ടാക്കിയെന്നുള്ളത്. പിന്നെ ആയിഷു ഇവിടെ ഉണ്ട്. ആയിഷു ക്ലാസ് പോകുന്നില്ലല്ലോ, ലീവാണ്. തിങ്കളാഴ്ച ആണ് ഒക്കെ തുറക്കാൻ തോന്നല്ലാണ്. പിന്നെ നല്ല റീൽസും വീഡിയോ ഒക്കെ കണ്ടപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചെന്താ ഷെമി ഒരു മൂഡ് ഓഫ്. എനിക്ക് നല്ല മൂഡ് ഓഫ് ഉണ്ടായിട്ടൊന്നുമല്ല. ഒന്നാമത് ഡ്രസ്സൊന്നും വാങ്ങിയില്ല. അതിന് വാങ്ങി വെച്ചാൽ ഒരു പ്രാവശ്യം സോപ്പിടാൻ കൊണ്ട് തരാട്ടോ. ഞാനത് പറയുന്നതിനാണ്. അല്ല, ഞാൻ പറഞ്ഞോളൂ എന്റെ പ്രശ്നം. ഞാനല്ലേ പറയേണ്ടിയവരോട് പറഞ്ഞിട്ട് ഒരു കാര്യമല്ലേ, നിങ്ങളോടൊന്നും പറഞ്ഞു. ചില സോഷ്യൽ മീഡിയ ആൾക്കാർ എന്നോട് പറയുന്നത് എനിക്ക് ഷുഗർ ഉണ്ട്, ഞാൻ എന്നിട്ടാണ് മധുരം കഴിക്കാത്തതെന്നൊക്കെ. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ അല്പം സ്നിക്കേഴ്സ് കഴിക്കുക. അവർക്ക് വേണ്ടിയിട്ട്, കാരണം ഓന് വേണ്ടിയിട്ടോ. നല്ലത് ഇന്നലെ ആരോ തിന്നുന്ന കണ്ടിട്ട് പൂതിയായിട്ട് എടുത്തു കൊണ്ടുവന്ന് ആയിഷുവിനെ ഒളിപ്പിച്ചു തിന്ന. ആയിഷും വേണ്ടി കാര്യങ്ങൾ കാണോളം ഒളിപ്പിച്ചു വന്നിരുന്ന, വേറെ ഒളിപ്പിച്ചു ഓള് തിന്ന, വില രണ്ടാളെ ഒളിപ്പിച്ചു ഞാൻ തിന്ന. എന്തൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. ഇന്നലേക്ക് ഒരു മൂടും ഇല്ല. അതിനെന്താ ഞാൻ പറഞ്ഞിട്ടെ, മൈലാഞ്ചി വാങ്ങി തരാൻ പറഞ്ഞിട്ട് ഷെഫിനോട് പറഞ്ഞത് മോഡലില്ല, പഴയ മോഡലാണ്. മൈലാഞ്ചിക്ക് എന്നാ പഴയതും പുതിയതും മോഡൽ. പെരുന്നാളായ മൈലാഞ്ചി ഇടല് സുന്നത്താ, അതറിയോ? ഇവിടെ പറഞ്ഞ എടുക്കുന്ന നഖത്തിന് മൈലാഞ്ചിട്ട രസ, അല്ലാണ്ട് അമ്മായിമാരെ വട്ടത്തിൽ ഇങ്ങനെ ഫ്ലവറും. നിങ്ങൾ കമന്റ് ചെയ്യട്ടോ, മൈലാഞ്ചി പഴയ മോഡലാണോ അമ്മായി മോഡലാണോ എന്നൊക്കെ. ഞാൻ ദേഷ്യം പിടിക്കുക. നമ്മൾ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, കുറേ ഡ്രസ്സ് ഒരു വട്ടിട്ട് അങ്ങനത്തെ ഡ്രസ്സൊക്കെ കുറേ ഉണ്ടായിരുന്നു കൊണ്ട് അതെനിക്ക് വലിയ വിഷമമില്ല.
മൈലാഞ്ചി വാങ്ങി തരായിട്ട് പിന്നെ ഇപ്പം എന്തേതാ അപ്പൊ അത് ഞങ്ങൾ കണ്ടില്ലേ ഒരു പെരുന്നാളിന്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പൊ അതിൽ പറയുന്നത് എന്താന്ന് വെച്ചാല് അവർക്ക് സെമിക്കുണ്ടല്ലോ പിന്നെ മൈലാഞ്ചി വാങ്ങാനുള്ള കാശ് കൂടി കൊടുക്കണില്ല എന്നാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഇവിടെ ഒരു മൈലാഞ്ചി വാങ്ങാനുള്ള കാശിലും കൊടുക്കണ്ട, അത്രയും സാലറി എന്തായാലും യൂട്യൂബിൽ നിന്ന് കിട്ടണല്ലേ. അപ്പൊ ഒരു മൈലാഞ്ചി വാങ്ങി കൊടുക്കുകയല്ലേ, മൈലാഞ്ചി ഇതല്ലേ വാങ്ങാനുള്ള കാശ് കൊടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പൊ വീഡിയോ ഒക്കെ നല്ല സൂപ്പറും കാര്യങ്ങളൊക്കെയാണ് കേൾക്കാനും കാണാനൊക്കെ വേണ്ടിയിട്ട് കേട്ടോ. ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് അത്രക്ക് ഇഷ്ടാവില്ല അല്ലേ. അവര് ഓരോ വർത്താനും കാര്യങ്ങളും സെമിന്റെ വർത്താനുണ്ടല്ലോ ഭയങ്കര രസമാണ് കേട്ടോ കേൾക്കാൻ വേണ്ടിയിട്ട്. നല്ല രസമാണ്, കോമഡി ആണെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിലും നല്ല രസമാണ് കേൾക്കാനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അത് അവർക്കൊരു മോളുണ്ട്. പിന്നെ അതേമാതിരിക്ക് തന്നെ ഇത് കുറേ മുമ്പ് തന്നെ പോലെ പിന്നെ വീഡിയോ ചാനലൊക്കെ റീച്ച് ആയിട്ടുണ്ടായിരുന്നു. റീച്ച് ആയതെന്ന് വെച്ചാൽ ഷെമിക്ക് കുറച്ച് പ്രായം കൂടുതലില്ല അതാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഹസ്ബൻഡാണെങ്കിൽ കുറച്ച് പ്രായമില്ലാത്ത ആളുമാണ്. പിന്നെ അതേമാതിരിക്ക് തന്നെ ഒന്നും അതേമാതിരിക്ക് തന്നെ പെങ്ങളും അങ്ങനെ അനിയനോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ റീച്ചും കളിയാക്കലും കാര്യങ്ങളൊക്കെ കുറേ മുമ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പ്രായത്തിൽ ഇതിലൊന്നുമല്ലല്ലോ കാര്യം. നമ്മൾ നിക്കായിച്ചിട്ട് നല്ല രീതിയിൽ കൊണ്ടെടുക്കാനും നോക്കാനും കഴിയുന്നുണ്ടെങ്കിൽ പ്രായം ഇതൊന്നും ഒത്തൊരു തടസ്സമല്ലേ അല്ലേ. അപ്പോൾ അവരാണെങ്കിൽ തന്നെ നല്ല പിന്നെ സൂപ്പറായിട്ട് തന്നെ പോകണം കേട്ടോ. നല്ല ഇതിൽ തന്നെ പോകണത്. വീഡിയോയിലൊക്കെ കാണുമ്പോൾ അങ്ങനെ തന്നെയാണ്. ഇനിയുള്ള എങ്ങനെ അറിയില്ലല്ലോ. നമ്മൾ വീഡിയോയിൽ കണ്ടൊരു 10-15 മിനിറ്റ് പിന്നെ മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ അതാ അപ്പോൾ ഇരുന്നാൽ കിട്ടാൻ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ അതാണ് കേട്ടോ. ബാക്കി ഒന്നും കണ്ടോക്കെ ഒരു സുഖമല്ലായിരുന്നു. എന്തായി ഡ്രസ് പറയും ഡ്രസ് കേക്കട്ടെ ഫുള്ള് ഞാൻ പറഞ്ഞിക്കണേ പറയണമല്ല ട്രിപ്പ് പോകാനൊക്കെ ഒരുങ്ങി നിൽക്കുക. തലയിലൊക്കെ എന്തോ തേച്ചിക്കണേ ഇന്ന് കിച്ചൺ വർക്ക് ടൂറ് പോണ ടൂറ് പോണെ സംബന്ധിച്ച് ഇന്ന് കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കണ പരിപാടി ശരിക്കാണ്. ഡ്രസ്സിന്റെ അത്രയൊക്കെ കഴിച്ചോ? പക്ഷെ എനിക്ക് എത്രയോ ഡ്രസ് എന്താ ഫുള്ള് പറയാൻ ഞാൻ പറഞ്ഞിക്കണേ. എനിക്ക് പറയണെങ്കിൽ വേറെ ഒറ്റക്ക് പോയി കുത്തി എത്രയോ ഡ്രസ് ലഭിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഇനിയും ഡ്രസ് വാങ്ങാൻ അറിയുന്നത് ശരിയായിട്ടുള്ള ശരി. ഡ്രസ്സിനെ ഞാൻ പറഞ്ഞെങ്കിൽ വാങ്ങി കൊടുക്കാൻ അല്ലാണ്ട് ഉണ്ടായിട്ട് പിന്നെ എല്ലാത്ത ആൾക്കാർ എത്ര ആളുടെ അറിയോ. കുഴപ്പമില്ലാന്നാ ഞാൻ പറഞ്ഞേ. കുഴപ്പമില്ലാന്നല്ല, ആ കുഴപ്പം കൂടി എന്താ നീ പറഞ്ഞേക്കണേ പറയില്ല. എത്ര ഉണ്ട് പിന്നെ ഇടാത്തത്. അപ്പൊ ഇനി വാങ്ങി കൊടുക്കണം. അത് എന്താ ഞാൻ ചെയ്യാ. കാരണം എത്ര ആൾക്കാരുണ്ടാവും ഡ്രസ് പോലും ഇല്ലാത്ത. നമ്മക്ക് എന്തെങ്കിലും വാങ്ങാനോ എവിടെ പോകാനോ ഒക്കെ ഉണ്ടാകുമ്പോ ഒരു 5 പൈസ ഉണ്ടാവില്ല. ഇത് ഏടുന്ന പറയാൻ കിട്ടണേ. ഞാനൊരു 1000 ചോദിച്ചാൽ പറയും എൻ്റെ ഒട്ടാകെ 1000 ആ 3000 ഞാൻ ചോദിച്ചില്ലെങ്കിലും പറയും എൻ്റെ ഒട്ടാകെ 3000. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് 3000 ചോദിക്കേണ്ടത് വെച്ചാൽ 6000 ചോദിക്കാം. അപ്പൊ അതിന്റെ പകുതി അതിലുണ്ടാവും. 6000 ചോദിച്ചാൽ വെക്കടി ഇട്ടാതെ നിങ്ങൾ ചിലപ്പോ കിട്ടിക്കൂടെ. എന്താ സാധനം അറിയാതെ അങ്ങനെ കാണിച്ചു തരാം. ഞാൻ പേക്കൊക്കെ ചെയ്ത് ഒക്കെ എടുത്ത് വെച്ചിട്ട് പോവാന്. മോളത് എന്താ 3 ഷർട്ട് എടുത്ത് വെച്ചിട്ട് ഒരു 3 എണ്ണം ഞാൻ കാണാണ്ടും എടുത്തു. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരു പിന്നെ വെറുതെ ഒരു മൈലാഞ്ചി വാങ്ങാനും കൂടി കാശില്ല എന്നൊക്കെ പറഞ്ഞതാക്കിയപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ ഇടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടതാണ്. വേറൊന്നുമല്ല, നമ്മൾ റിയാക്ട് ചെയ്തിട്ടൊന്നുമല്ല കേട്ടോ. അവരെ ചെറിയും കളിയും തമാശയും കാര്യങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. അപ്പോൾ വെറുതെ വീഡിയോസ് ഇട്ടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും.